നമ്മൾ ഈ ഒരു വീഡിയോയിൽ പി വത്സലേൻ്റെ കൃതികൾ കണ്ടുകൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് കൊടുത്തത് ചിത്രലേഖ പി വത്സല, കുളക്കോഴി പി വത്സല, തൃഷ്ണയുടെ പൂക്കൾ പി വത്സലയുടേതാണ്, കിളിക്കാലം പി വത്സലയുടെ കൃതിയാണ്, പുലിക്കുട്ടൻ പി വത്സലയുടെ കൃതിയാണ്, തകർച്ച പി വത്സലയുടെ കൃതിയാണ്, തകർച്ച, ഒരു വിലാപം എന്നത് പി വത്സലയുടെ കൃതിയാണ്. അതുപോലെ ഉഷാറാണി പി വത്സലയുടെ കൃതിയാണ്. നിഴലുറങ്ങുന്ന വഴികൾ, പംഗുരു പുഷ്പത്തിൻ്റെ തേൻ പി വത്സല, കോട്ടയിലെ പ്രേമ പി വത്സല, പാളയം പി വത്സല, അതുപോലെ ആഗ്നേയം പി വത്സല, കൂമൻ കൊല്ലി പി വത്സലയുടെ ഒരു കൃതിയാണ്. അടുത്തത് വേറിട്ടൊരു അമേരിക്ക പി വത്സലയുടെ കൃതിയാണ്. നമ്പറുകൾ വത്സലയുടെ കൃതിയാണ്. പി വത്സലയുടെ കഥകൾ എന്നുള്ളത് വത്സലയുടെ ഒരു കൃതിയാണ്. പി വത്സലയുടെ മറ്റൊരു കൃതിയാണ് ഗായത്രി. അടുത്തൊരു കൃതിയാണ് സമ്പൂർണ്ണ കഥകൾ പി വത്സല, അതുപോലെ റോസ്മേരിയുടെ ആകാശം. പിന്നെ അടുത്തൊരു കൃതിയാണ് ആദിജലം, ചാവേറ്. അതുപോലെ ആഗ്നേയം, നമ്മൾ പറഞ്ഞു ആഗ്നേയം ഒരു കൃതിയാണ്. കൂമൻ കൊല്ലി പി വത്സല, കൊല്ലി, കൂമൻ കൊല്ലിയിലെ ചുവന്ന വീടും തുടങ്ങിയിട്ടുള്ള കൃതി. പിന്നെ ഹോം സ്റ്റേ എന്നുള്ളത് പി വത്സലയുടെ ഒരു കൃതിയാണ്. അരക്കില്ലം പി വത്സലയുടെ കൃതിയാണ്. അതുപോലെ നെല്ല് ഇമ്പോർട്ടൻ്റ് ഒരു കൃതിയാണ്. നെല്ല് നോവലാണ്. ആദിജലം പി വത്സല, നിന്നെ തിരയുമ്പോൾ പി വത്സലയുടെ കൃതിയാണ്. ആഗ്നേയം പി വത്സലയുടെ കൃതിയാണ്.